ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി തുരുത്തിക്ക് സമീപമുള്ള ചെറവുമുട്ടം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള ഡോക്ടർ ദിലീപിൻ്റെ വീട്ടിലെ ഗേറ്റിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ മനോഹരമായിട്ടുള്ള ഗേറ്റ്. ഈ ഗേറ്റിൽ അനേകായിരം നമ്പേഴ്സും ഒക്കെ എൻട്രി ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയതാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് ഡോക്ടർ ദിലീപ് കുമാറിലേക്ക് പോകാം. അദ്ദേഹം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഗേറ്റ് തുറക്കുകയാണ്. ദിലീപ് സാറും മകളും ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹായ് മോളെ. മോളെ പേരെന്താ? ദിയ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 5ൽ. അപ്പോൾ ഈ അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണോ ഈ ഗേറ്റ് വെച്ചിരിക്കുന്നത്, അതോ മോളെ പറഞ്ഞിട്ടാണോ? അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അല്ലേ? അച്ഛൻ്റെ പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അനേകായിരം വീഡിയോകളിലൊക്കെ ഇപ്പം പലരും കണ്ടു കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളെ വീട് സന്ദർശിക്കുന്നത്. അപ്പോൾ അച്ഛനിലേക്ക് പോകാം കേട്ടോ. മോള് നല്ലവണ്ണം പഠിക്കണം. ഓക്കെ. അച്ഛനെ പോലെ നല്ല ജോലിയൊക്കെ വാങ്ങണം. ഹായ്. ഡോക്ടർ ദിലീപ് കുമാർ ഇപ്പം എവിടെ ജോലി ചെയ്യുന്നു? ഞാനിപ്പം യൂണിവേഴ്സിറ്റിയിലാണ്, കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ഗേറ്റ് പണിയാനായിട്ടുള്ള ആശയം എവിടെ നിന്ന് ഉദിച്ചു? ഇത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ ഞങ്ങൾ മാത്തമാറ്റിക്സ് അധ്യാപകരായതുകൊണ്ട് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം വെറൈറ്റി ആയിട്ടുണ്ടാകും. വെളിച്ചത്തിലാണ് അപ്പൊ ഗേറ്റിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് നമുക്ക്. ഓക്കെ. അപ്പം വൈഫും വർക്ക് ചെയ്യുകയാണോ? വൈഫ് DB കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. രണ്ടുപേരും ഡോക്ടറേറ്റ് എടുത്തവരാണ്. അതെ, രണ്ടുപേരും മാത്തമാറ്റിക്സ്. ഓക്കെ, വെരി ഗുഡ്. അത് ഒരു കണത്തിൽ ജീവിതത്തിലെ നിങ്ങളെ കണക്കധ്യാപകരെ ഒരു എന്താ പറയുന്ന ഒരു കൂടിച്ചേരലെന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഐഡിയ വെച്ചാണ് നിങ്ങൾ ഈ ഗേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഗേറ്റിലെ ആ ഒരു നമ്പേഴ്സ് കുറേ ഉണ്ട്, കുറേ എംബ്ലംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാമോ? ഇത് ഈ ഗേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ 3 സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു സ്പൈറൽ എന്ന് പറയും. ഇതിനെ നമ്മൾ നോർമലി മാത്തമാറ്റിക്സിലാണെങ്കിൽ നമുക്ക് ലോഗരിതമിക് സ്പൈറൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തുടക്കത്തിൽ വ്യാസം കുറഞ്ഞ് പിന്നെ അതിൻ്റെ വ്യാസം കൂടി 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 വരുന്നതാണ് ഈ ലോഗരിതമിക് സ്പൈറൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ പൊതുവേ നമ്മൾ അല്ലാതെ ഒരു പേരും കൂടെ പറയും, അതാണ് ഗോൾഡൻ സ്പൈറൽ എന്ന് പറയും. ഗോൾഡൻ സ്പൈറൽ എന്ന് പറയാൻ കാരണം ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ മനോഹരമായ വസ്തുക്കൾ ഫോളോ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഗോൾഡൻ റേഷ്യോ. അത് എന്ന് പറഞ്ഞാൽ 1.61 എന്ന് പോകുന്ന ഒരു നമ്പറാണ്. √5 - 1/2 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഒരു സ്പൈറൽ ആയതുകൊണ്ടാണ് ഇതിന് ഗോൾഡൻ സ്പൈറൽ എന്ന് പറയുന്നത്. ലോഗരിതമിക് സ്പൈറലും കൂടി ആയതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് പറയുന്നു. അങ്ങനെ അപ്പം ഈ സ്പൈറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതൊരു വസ്തുവും നമ്മൾ ആ ഒരു സ്പൈറൽ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനെ നമുക്ക് ഈ ലോഗരിതമിക് സ്പൈറൽ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ബ്യൂട്ടി ഉള്ള ഏതൊരു വസ്തുവും ഈ റേഷ്യോ ഫോളോ ചെയ്യും. ഇവിടെ ആണെങ്കിൽ ഇത് ഈ സ്പൈറലിന്റെ ഒരു ഡിഗ്രി പറയുകയാണെങ്കിൽ ഇതൊരു 17 ഡിഗ്രി, അതായത് 90 ഡിഗ്രിയിൽ വ്യത്യാസം വരുന്നത് 17 ഡിഗ്രിയുടെ വ്യത്യാസം വരും. 19 ഡിഗ്രിയിൽ 17 ഡിഗ്രിയുടെ വ്യത്യാസത്തിലായിരിക്കും ഈ സ്പൈറൽ വലിപ്പം വരുന്നത്. അങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്ത് പോകും. ഇത് ഒരു ഫ്രാക്റ്റൽ കൂടിയാണ്. ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് അല്ലെങ്കിൽ വലിപ്പപ്പെടുത്തും തോറും അതേ ഇമേജ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രാക്റ്റൽ എന്ന് പറയുന്നത്. ഇതൊരു ഫ്രാക്റ്റൽ കൂടിയാണ്. അപ്പം മനോഹരമായ വസ്തുക്കൾ ആണ് ഈ ഫ്രാക്റ്റൽസ് എന്ന് പറയുന്നത്. അതിനെയും കൂടെ സൂചിപ്പിച്ചാണ് നമ്മൾ ഈ ഒരു സ്പൈറൽ നമ്മുടെ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് വീട് പണിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു? ഇല്ല, വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഗേറ്റിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ച് ചെയ്ത. പിന്നെ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും
ഡേറ്റ് ഓഫ് ബർത്തുകൾ ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അത് അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 24/5/2014. അപ്പോൾ 24 ഇവിടുന്ന് കിട്ടും. 24/5/2014 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ എല്ലാവരുടെയും ഇത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ശരി ശരി. പിന്നെ ഇത് അതായത് വീട്ടിലുള്ള എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഇതിലുണ്ട്, ആലേഖനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ആ കണക്കധ്യാപകൻ എന്നുള്ളത് ശരിക്കും അർത്ഥവത്താക്കുന്ന ഈ ഗേറ്റിൽ കൂടിയാണ്. കൂടാതെ ഇത് നമ്മുടെ വിയറ്റ്നാംസ് നടന്ന വർഷമാണ്, 2023 എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇത് എന്ന് പറയുന്നത് ഒരു സെർസ്പിൻസ്കീസ് ട്രയാങ്കിൾ എന്ന് പറയും. അതായത് എല്ലാ വശവും തുല്യമായിട്ടുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ എല്ലാ വശവും തുല്യമായിരിക്കും. അങ്ങനെയുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകൾ അകത്തകത്തകത്ത് ഓരോ ട്രയാങ്കിൾ എടുത്താലും അതിനകത്ത് വീണ്ടും ഇതുപോലെയുള്ള ഈ പാറ്റേൺ തന്നെ അതിന്റെ അകത്ത് തന്നെ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതിനകത്ത് 4 ഉള്ളൂ. പക്ഷേ ഇത് കൂടെ ഇങ്ങനെയല്ല, ഇത് ശരിക്കും ഇതിനകത്തും വീണ്ടും ഈ ട്രയാങ്കിൾ തന്നെയാണ്. പക്ഷേ ഈ ഗേറ്റിൽ അത് വെക്കുന്നതിന് ഒരു പരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണിത്. ഓക്കെ. അത് 3 കൂടെ ചേർത്താണ് നമ്മൾ ഈ ഒരു ഗേറ്റിൽ വന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഗേറ്റ് ഉണ്ടെന്നുള്ളത്. അല്ല, മാത്തമാറ്റിക്കൽ ഗേറ്റ്സ് ഒരുപാട് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ഡിസൈൻ കാണില്ല. കാരണം ഇത് നമ്മൾ തന്നെ കസ്റ്റം ചെയ്ത്. ഇത് എവിടെ ചെയ്യിപ്പിച്ചത്? ഇത് ചിങ്ങവനത്ത് ഒരു ദീപക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പോയി ഇരുന്ന് ചെയ്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു ദിവസങ്ങൾ ഇതിന് പ്രയത്നിച്ചു അല്ലേ? ദിവസങ്ങൾ പ്രയത്നിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് അല്ലേ? അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഗേറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തപ്പെടട്ടെ. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഇത് വന്ന് കാണട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളെ ഈ അധ്യാപക രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് A4 വിഷന് വേണ്ടി ആണ് ഇത് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മോളെ ഹായ്. ഓക്കെ.